പിന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തെ വിഷയം വീണ്ടും വീണ്ടും ഈ വിഷയം ഇങ്ങനെ എടുത്തു വെച്ച് ചർച്ച ചെയ്യണം എന്നാഗ്രഹിച്ചല്ല ഒരു ദിവസവും നമ്മൾ സ്റ്റുഡിയോയിലേക്ക് നാട്ടിൽ ഒരുപാട് ചർച്ചകൾ നടക്കണം. പക്ഷേ കേരള പോലീസിന്റെയും മാധ്യമങ്ങളുടെയും ചില ആളുകളുടെയും ഒക്കെ ഞാൻ ഇപ്പോഴും വീണ്ടും നിലപാട് ഉറപ്പിച്ചു പറയുകയാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. ആരൊക്കെയാണോ ഈ കേസിൽ തെറ്റുകാർ അവരെല്ലാം ശിക്ഷിക്കപ്പെടണം. എന്റെ വിഷയത്തിലേക്ക് ഞാൻ വരികയാണ്. ഇന്നലെ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോകുന്നുള്ളൂ. ഒരുപക്ഷെ കെവിൻ അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ പറയുന്നത് ശബരിമല വിഷയത്തിന് ശേഷം മുഖം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി രാഹുൽ ഈശ്വർ ഈ വിഷയത്തെ എടുത്ത് ഉപയോഗിക്കുകയാണ് എന്ന് പറയും. അങ്ങനെയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതിനു മുമ്പും രാഹുൽ ഈശ്വറുമായി ഞാനൊരു ഇന്റർവ്യൂ എടുക്കുമ്പോൾ അദ്ദേഹം കൃത്യമായി എന്നോട് പറഞ്ഞു, ലോകത്തെ ബാധിക്കപ്പെട്ട ജനങ്ങൾക്കൊപ്പം ആണുങ്ങൾക്കൊപ്പം നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു പുരുഷാവകാശ കമ്മീഷൻ ആവശ്യമാണ് ഈ നാട്ടിൽ. അതിനു വേണ്ടിയിട്ടുള്ള ഫൈറ്റിംഗിലാണ് ഞാൻ. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകും എന്ന് രാഹുൽ ഈശ്വർ പറയുകയുണ്ടായി. ഇത് രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യുന്നു. രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റിന് ശേഷം സന്ദീപ് വാര്യരെ പ്രതിയാക്കിക്കൊണ്ട് കേസെടുക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ എന്താണ് സന്ദീപ് വാര്യർ ചെയ്ത തെറ്റ്? ഇന്നിന്റെ കാലത്ത് ഞാൻ ചോദിക്കുകയാണ്, ഒരാൾ ഒരു വിവാഹത്തിന് പോകുക, ഒരു സെലിബ്രിറ്റി, ഒരു പൊളിറ്റിക്കൽ സെലിബ്രിറ്റി ആകട്ടെ, ഒരു പൊളിറ്റീഷ്യൻ ആകട്ടെ, ഒരു സിനിമ നടനാകട്ടെ, ആരെങ്കിലും ആകട്ടെ, ഒരാളുടെ വിവാഹത്തിന് പോകുന്നു. അയാളുടെ വിവാഹത്തിന് ശേഷം അവർ ആ ഫോട്ടോ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വിവാഹ മംഗളാശംസകൾ നേർന്നുകൊണ്ട് ആ ഫോട്ടോ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുന്നു. അങ്ങനെ വിവാഹത്തിന് പോയി ഒരു ഫോട്ടോ എടുത്തിട്ടിട്ട് നാളെ ആ പെൺകുട്ടിക്കോ ആ പയ്യന് പ്രത്യേകിച്ചൊന്നും വരാനില്ല, പെൺകുട്ടി ഏതെങ്കിലും ഒരു കേസിൽ പെട്ട് അതിജീവിതയായി മാറിയാൽ എങ്ങനെയാണ് ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്ത ആൾ അല്ലെങ്കിൽ ഈ വിവാഹത്തിന് പോയ ആൾ കേസിൽ പ്രതിയാകുന്നത്? അതുമായി കൃത്യമായി പറഞ്ഞാൽ ഇത് തുടങ്ങുന്നത് തന്നെ രോഹിതൻ പറഞ്ഞതുപോലെ രാഹുൽ ഈശ്വറാണ് ഇത്തരത്തിലൊരു തിരിവ് വിട്ടുവിടുന്നത്. ഒരു പ്രമുഖ ചാനൽ ചർച്ചയ്ക്കിടയിൽ BJP നേതാവ് ഇത്തരത്തിലുള്ള കല്യാണത്തിൽ പങ്കെടുത്തിരുന്നു, അതുമായി ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു. നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്നതിനായിട്ട് ഊറ്റം കൊണ്ട് നിൽക്കുന്ന PR ടീമും മറ്റ് ഉപചാര ബന്ധങ്ങളും എല്ലാം തന്നെ ഇത്തരത്തിൽ എന്ന വാക്കിനെ ഞാൻ കഴിഞ്ഞ ദിവസം രാജ്മോഹൻ ഉണ്ണിത്താനും പറയുന്നത് പെയ്ഡ് PR ടീം. കഴിഞ്ഞ ദിവസം അരുൺകുമാർ റിപ്പോർട്ടർ ടിവിയുടെ ചർച്ച ചെയ്തത് പെയ്ഡ് PR ടീം. അങ്ങനെയാണ് ഞാൻ തിരിച്ചു അരുൺകുമാറിന്റെ റിപ്പോർട്ടർ TV CPM പെയ്ഡ് PR ടീമാണോ? നേഷൻ ഫസ്റ്റ് എന്ന് പറയുന്ന ഈ ചാനലിൽ ഞാനാണ് ഇവിടുത്തെ എഡിറ്റോറിയൽ പോളിസികൾ തീരുമാനിക്കുന്നത്. ഞാൻ പറയട്ടെ, നമുക്ക് 10 പൈസ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോൺ നമ്പർ പോലും ഇല്ല. ഉണ്ടാവും, എഴുതി വെച്ചിട്ടുണ്ടാവും, ഡയറിയിലുണ്ടാവും. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോൺ നമ്പർ ഇല്ല. ഈ വിഷയം ഈ രണ്ടാമത് കത്തുന്നതിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് സ്മൈൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു ഇന്റർവ്യൂവിന് ചോദിച്ചപ്പോൾ പോലും രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നീടാകട്ടെ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. നേഷൻ ഫസ്റ്റിൽ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ 1ാം ചരമവാർഷിക ദിനത്തിന്റെ തലേ ദിവസം ഞങ്ങൾ അവിടെ പോയി ചെയ്ത പ്രോഗ്രാമിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ബൈറ്റ് ഉണ്ട്. അത് സിംഗിൾ ബൈറ്റ് അല്ല, ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഈ പറയപ്പെടുന്ന നമ്മുടെ ചാണ്ടി ഉമ്മനും കൂടെ ചേർന്ന് നിന്ന് കൊടുക്കുന്ന ബൈറ്റാ. 1 മണിക്കൂറോളം ഷാഫിയുടെയും രാഹുലിന്റെയും ബൈറ്റിന് വേണ്ടി നമ്മുടെ റിപ്പോർട്ടർമാർ അവിടെ കാത്തു നിന്നിട്ട് അവസാനം ചാണ്ടി ഉമ്മനാണ് അവരോട് പറയുന്നത്, ആ പിള്ളേർ കുറെ നേരം കൊണ്ട് നിൽക്കുന്നവർക്ക് ബൈറ്റ് കൊടുത്ത് വിടൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവരെ വിളിച്ചുകൊണ്ട് പോയിട്ടാണ്. നമുക്ക് അത്രയ്ക്ക് അടുപ്പം രാഹുലുമായി ഇല്ല. രാഹുൽ പാലക്കാട് മത്സരിക്കുമ്പോൾ പോലും രാഹുൽ ആയിരുന്നില്ല അവിടെ സ്ഥാനാർത്ഥി ആകേണ്ടത് എന്ന് നിലപാടെടുത്തവരാണ് നമ്മള്. പക്ഷെ ഈ വിഷയത്തിൽ എന്തുകൊണ്ട് ഇപ്പോ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് ഒരു ചർച്ചയ്ക്ക് വേണ്ടി റിനിയെ വിളിച്ചപ്പോ റിനി പറഞ്ഞു, നേഷൻ ഫസ്റ്റ് ഞാൻ കാണാറുണ്ട്, നേഷൻ ഫസ്റ്റ് ചർച്ചയ്ക്ക് വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. സന്തോഷം റിനി, അതായത് അവരുടെ തീരുമാനമാണ്. രാഹുൽ അനുകൂല നിലപാടുകൾ, രാഹുൽ അനുകൂല ചർച്ചകളാണ്. ഇവിടെ രാഹുൽ അനുകൂല നിലപാടൊന്നുമില്ല എന്നാണ് പറയപ്പെടുന്നത്. പറഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇവിടെ എന്താണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? രാഹുൽ ഈശ്വർ ഭയങ്കര ഹാർഡായി പറയുന്നതിന്റെ ഒരു ലൈറ്റ് വേഷമാണ് നമ്മൾ പറയുന്നത്. സീരിയസ്ലി ഞാൻ പറയുന്നത് തന്നെയാണ്, മറ്റൊന്നും കൊണ്ടല്ല. ബാധിക്കപ്പെട്ടത് ഇപ്പൊ രാഹുൽ തെറ്റുകാരനാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, രാഹുൽ തെറ്റുകാരനാണ്. ഓക്കെ, പക്ഷെ ആ തെറ്റ് നിയമത്തിന്റെ മുന്നിൽ നിലനിൽക്കാൻ പോകുന്നില്ല എന്നുള്ള മറ്റൊരു വാദം കൂടി എനിക്കുണ്ട്. ആ നിയമത്തിന് ധാർമ്മികമായി തെറ്റുകാരനാണ്. ഒപ്പം അല്ല, അത് നമുക്ക് മുൻകൂട്ടി ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ഒരു പ്രമുഖ അവതാരക ചോദിച്ചാൽ 8-ാം തീയതി ദിലീപ് കേസ് വരുമ്പോൾ അറിയാവുന്ന ഇപ്പൊ മുൻകൂട്ടി രോഹിതേട്ടനെ എഴുതി തന്നിട്ടുണ്ടോ കോടതി എന്നൊരു ചോദ്യമാണ് നമുക്കതിൽ ചോദിക്കാനുള്ളത്. അല്ല, അങ്ങനെയല്ല. രാഹുൽ ഈശ്വർ എടുത്തിട്ടുള്ളത് എത്രയോ കേസുകൾ ഇതിനു മുമ്പ് വന്നുപോയി, എത്രയോ കേസുകൾ ഇതിനു മുമ്പ്. രാഹുൽ അതിനുള്ള ടൈം കിട്ടി എന്നുള്ളതാണ് പറയുന്നത്. രാഹുൽ തെറ്റുകാരനാണെങ്കിൽ ഈ വിഷയത്തിൽ ഞാൻ പറയുന്നത് നമുക്കറിയില്ല ഇവർക്കിടയിൽ എന്താണ് സംഭവിച്ചത്, ആർക്കും അറിയില്ല. നമ്മൾ കണ്ടിട്ടിരിക്കുന്നത് 1 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഇവരുടെ 1 വർഷം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അല്ല, അങ്ങനെയല്ല, ഈ 1 വർഷം എടുക്കും. അതായത് രാഹുൽ പാലക്കാട് MLA ആയ കാലം മുതൽ ഇതുവരെ 1 വർഷം എന്നെടുക്കും. അത് കൂടുതലുണ്ടാകും, എനിക്കറിയില്ല. ഈ 1 വർഷം അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ വിവാഹത്തിന് ശേഷം ആണ് ഇവർ തമ്മിൽ പരിചയം തുടങ്ങിയത് എന്നാണ് പറയപ്പെടുന്നത്. ആ 1 വർഷക്കാലം എടുത്താൽ 1 വർഷക്കാലത്തിനിടയിൽ എത്രയോ ദിവസങ്ങളോളം നീണ്ടുനിന്ന ഫോൺ സംഭാഷണങ്ങളും മെസ്സേജുകൾക്കും ശേഷമായിരിക്കാം ഇവര് ഒരു ലൈംഗിക ബന്ധത്തിലേക്ക് പോയിട്ടുണ്ടാകും. അപ്പൊ സ്വാഭാവികമായിട്ടും അതിൽ എന്തൊക്കെ ഇവർ ചർച്ച ചെയ്തിട്ടുണ്ടാകും, എന്തൊക്കെ കാര്യങ്ങൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാകും, എന്തൊക്കെ സ്വപ്നങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്, ഇതൊന്നും നമുക്കറിയില്ല. അപ്പൊ സ്വാഭാവികമായും
പ്രണയത്തിലിരുന്ന രണ്ടുപേർ നിയമപരമായി വിവാഹത്തിന് ശേഷം ഉണ്ടാകുന്ന ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധത്തെ അല്ലെങ്കിൽ അതിനെ കൊണ്ടുപോയി എന്ത് ചെയ്യാൻ പാടില്ല, വിവാഹിതയായ സ്ത്രീക്ക് വിവാഹ വാഗ്ദാനം കൊടുത്തു എന്ന വാദം നിലനിൽക്കില്ല, കോടതിയിൽ നിലനിൽക്കില്ല എന്ന് നമുക്കറിയാം. അപ്പൊ അതിനെന്താണ് ഇപ്പുറത്ത് പറയുന്നത്? എന്താ, പെൺകുട്ടി നിയമപരമായി വിവാഹം കഴിച്ചിട്ടില്ല. പക്ഷെ എന്താണ്, സ്പെഷ്യൽ ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ഒരു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ അവരുടെ സമുദായ നേതാക്കന്മാരുടെയോ സാന്നിധ്യത്തിൽ നടക്കുന്ന വിവാഹത്തെ ഒന്നോ രണ്ടോ വകുപ്പുകൾ ഇട്ടേക്കണം. ഏകദേശം എന്റെ അറിവ് ശരിയാണെങ്കിൽ 15ഓളം BNS വകുപ്പുകൾ ഇതിലിട്ടിട്ടുണ്ട്. അതിൽ പ്രധാനമായി പറയുന്നത് എത്രയോ BNS വകുപ്പുകൾ അശാസ്ത്രീയമായ ഗർഭചിത്രം ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങളുണ്ട്. അത് നമ്മൾ ചർച്ച ചെയ്യുന്ന വഴി ഞാൻ അതിലേക്ക് വരാം, സന്ദീപാലിലേക്ക് തിരിച്ചു വരാം. എത്രയോ BNS വകുപ്പുകളുമായി ഇന്ത്യൻ പീനൽ കോഡ് ആക്ടും ഒക്കെ എടുത്ത എത്രയോ കേസുകൾ കോടതി എടുത്ത് പുറത്തു കളഞ്ഞിട്ടുണ്ട്. ഇവിടെ കോടതിയിൽ എനിക്ക് കോടതിയിൽ ഇപ്പോഴും വിശ്വാസമുണ്ട്. കാരണം കോടതി ഈ വിഷയങ്ങളിലൊക്കെ ഹൈക്കോടതി ആയാലും സുപ്രീം കോടതിയിൽ കൃത്യമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കോടതിയിൽ നിലനിൽക്കാനുള്ള സാധ്യത തുലോം തുച്ഛമാണ് എന്ന് ഞാൻ പറയുന്ന സാഹചര്യം അവിടെയാണ്. നമുക്കറിയാം, ഇന്നിന്റെ കാലത്ത് ഏതെങ്കിലും ഒരു പെൺകുട്ടി ഒരു തെളിവുകൾ പോലും ഇല്ലാതെ വെള്ള പേപ്പറിൽ ഒരു പരാതി എഴുതി ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരാൾക്കെതിരെ കൊടുത്താൽ ആ നിമിഷം FIR ഇടുകയും പിന്നീട് അയാൾ ഒളിവിൽ പോയി മുൻകൂർ ജാമ്യം എടുത്തിട്ട് തിരിച്ചു വരേണ്ടുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ജാമ്യം എടുത്തിട്ട് തിരിച്ചു വരേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു നിയമ സംവിധാനം നമ്മുടെ നാട്ടിലുള്ളപ്പോ ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് ഹൈക്കോടതി കൃത്യമായ പരാമർശം നടത്തി തെളിവുകൾ, പ്രാഥമിക തെളിവുകൾ ഇല്ലാതെ FIR ഇടാൻ പാടില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴും അത് തുടരുകയാണ്. ഇപ്പൊ കെബിനെതിരെ ഒരു പെൺകുട്ടി കൊണ്ട് ഒരു പരാതി കൊടുക്കുകയാണ്. കെബിൻ ആ പെൺകുട്ടിയെ ലൈംഗിക ചുവയോടുകൂടി സമീപിച്ചുവെന്നും ആ പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കാൻ ശ്രമിച്ചുവെന്നും ഒരു പരാതി എഴുതി കൊടുത്താൽ ഒരു മിനിമം 25 ദിവസം കെവിൻ കേരളത്തിൽ നിന്ന് മാറിക്കേണ്ടി വരും. അതിനെ ഒളിവിൽ ഇപ്പൊ അരുൺകുമാറിന്റെ വാദമുണ്ട്, അല്ല തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ എന്തിനാണ് മാറി നിൽക്കുന്നത്? അകത്ത് പോകാൻ തയ്യാറാണോ? അകത്ത് പോകാൻ തെളിയിച്ചൂടെ? അല്ല, ജയിലിൽ പോയതിനു ശേഷമാണ് തെളിയിക്കണം. അപ്പൊ ഉണ്ടാകുന്നത് ഇപ്പൊ കെവിൻ ഒരു മാധ്യമ പ്രവർത്തകർ, കെവിൻ കെനഡി എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകനെ കുറെ അധികം ആളുകൾക്ക് അറിയാമെന്ന് കെവിന്റെ പേരിൽ ഒരു സ്ത്രീധന ഒരു കുട്ടി ഇതുപോലെ ആന്റിസിപ്പേറ്ററി ബെയിലുള്ള സംവിധാനം ഉണ്ടല്ലോ. ഞാൻ പറയട്ടെ, കെവിൻ അറിയുന്നില്ലെന്നേ. കെബിൻ നാളെ കെബിന്റെ ഒരു സബ് എഡിറ്ററോട് ഈ ഓഫീസ് ബന്ധമായ കാര്യത്തിൽ ഭയങ്കരമായ പ്രശ്നം ഉണ്ടാകും. അതിനെ തുടർന്ന് കമ്പനി ആ പെൺകുട്ടിയെ പിരിച്ചുവിടുന്നു നോക്കൂ. ആ പെൺകുട്ടി അപ്പൊ തന്നെ ആ പോലീസ് സ്റ്റേഷൻ പരിധി എവിടെയാണോ അവിടെ പോയി ഒരു പരാതി എഴുതി കൊടുക്കണം. കെബിൻ എന്നെ ലൈംഗിക ചുവയോടെ സമീപിച്ചുവെന്നും എന്റെ മാറിടങ്ങളിൽ സ്പർശിക്കാൻ ശ്രമിച്ചുവെന്നും ഒരു പരാതി കൊടുക്കുന്നു. ആ നിമിഷം അവിടെ FIR രജിസ്റ്റർപ്പെടും. കെബിൻ അറിയുന്നില്ല ഇത്. കെബിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോലീസുകാർ കൂട്ടിക്കൊണ്ടുപോകും, അറസ്റ്റ് രേഖപ്പെടുത്തും, മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കും. 14 ദിവസത്തേക്ക് കെബിനെ റിമാൻഡ് ചെയ്യും. സംശയമുണ്ടോ? ഈ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുമ്പോൾ ഇവിടെ വരുന്ന നിങ്ങളുടെ അടക്കം കെബിന്റെ സുഹൃത്തുക്കളടക്കമുള്ളവർ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയുടെ തലക്കെട്ട് യൂട്യൂബർ കെബിൻ കെനഡി സ്ത്രീപീഡന കേസിൽ അറസ്റ്റിൽ വരുമോ? 14 ദിവസങ്ങൾക്ക് ശേഷം ചിലപ്പോൾ കെബിൻ ജാമ്യം കിട്ടും. നീണ്ട 2, 3, 4 വർഷത്തെ കോടതി വ്യവഹാരങ്ങൾക്കപ്പുറം കെബിനെ എന്ത് ചെയ്യും? കോടതി വെറുതെ വിടും. തെളിവുകളില്ല, കെബിൻ നിരപരാധിയാണെന്ന്. അപ്പോഴും ഇത് മുഴുവൻ ചെയ്ത പെൺകുട്ടിയുടെ ചിത്രം പുറത്തു വരില്ല, പേര് പുറത്തു വരില്ല. നിരപരാധിയാണെന്ന് അറിഞ്ഞിട്ട് പോലും ആ പെൺകുട്ടിയെ കുറിച്ച് ആരും ചോദിക്കില്ല. തന്റെ സുഹൃത്തുക്കൾ കൊടുത്ത മാധ്യമ വാർത്തകളിൽ യൂട്യൂബർ കെബിൻ കെനഡി പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന വാർത്ത താൻ നിരപരാധിയാകുമ്പോ ഏതെങ്കിലും ഒരു മാധ്യമ സുഹൃത്ത് കൊടുക്കും? ആര് കൊടുക്കും? മാധ്യമങ്ങളിൽ ആര് കൊടുക്കും? വാർത്ത കൊടുക്കും. ഏത് തലക്കെട്ടി കൊടുക്കും? ഏത് അർത്ഥത്തിൽ കൊടുക്കും? ആ രീതിയിൽ കാര്യം ചെയ്യാവുന്നില്ല. അനീതിയാണോ? ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ തനിക്ക് വേണ്ടി ധാർമ്മിക രോഷത്തോടു കൂടി പൊട്ടിത്തെറിച്ച മാധ്യമ പ്രവർത്തകൻ കെബിനെ മാപ്പ് എന്ന് പറയൂ? കെബിനാണെ പറയൂ, ഞാനാണെങ്കിലും പറയില്ല. വർത്തമാനകാല മാധ്യമ പ്രവർത്തനത്തെ എന്തായാലും പറയില്ല. അവിടെയാണ് കെബിനെ ഒരു ആൺകുട്ടി, അവിടെയാണ് പുരുഷ കമ്മീഷന്റെ ആവശ്യം. രാഹുൽ പറയുമ്പോ സാധ്യതകളെ സവാലിനെ പോലെയുള്ളവരെ മാലയിടുന്ന പുരുഷ കമ്മീഷന്റെ പ്രവർത്തനങ്ങളെയാണ് നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. അത് ചോദ്യം ചെയ്തോട്ടെ, അത് നമ്മൾ നേരിട്ട് ചോദ്യം ചെയ്യാൻ തയ്യാറാണ്. പട്ടികവർഗത്തിനോടൊക്കെ നമ്മൾ നേരിട്ട് ചോദിച്ചിട്ടുണ്ട്, എന്തിനായിരുന്നു ഇത് എന്ന് അജിത്തേട്ടാ എന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അത്തരം നിലപാടുകൾ ഇല്ലായിരുന്നെങ്കിൽ നല്ലൊരു കൺസെപ്റ്റ് ആയിരുന്നു. പക്ഷെ ഇന്ന് അത് ഈ ഇവിടെ നിൽക്കുന്ന മുകേഷ് നായർ അറിയാമല്ലോ, പോക്സോ കേസിൽ എന്തുമാത്രം തലക്കെട്ടുകളിൽ ഇടം പിടിച്ച ആളാ. അയാളുടെ കേസ് ഒഴിവായി പോയി. ആരെങ്കിലും അതേ രീതിയിൽ ഒരു വാർത്ത കൊടുത്തില്ല. ബാധിക്കപ്പെട്ടവരാണ് അതിനുവേണ്ടി നിൽക്കുന്നത്. അദ്ദേഹം പ്രസ് ക്ലബിൽ ഇത് പ്രസ് മീറ്റ് വിളിച്ചിട്ടാണ് അവസാനം പറയേണ്ടി വന്നത് കേസിൽ നിന്ന് ഒഴിവായത്. അത് എത്ര പേര് കൃത്യമായി കൊടുത്തു? കാണുന്ന തരത്തിൽ ആര് കൊടുത്തു ആ വാർത്ത? അപ്പൊ സ്വാഭാവികമായും ഇത്തരം പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുകയാണ്. ഇപ്പൊ സന്ദീപ് വാര്യർ വിഷയത്തിലേക്ക് വരൂ. സന്ദീപ് വാര്യർ BJP നേതാവായിരിക്കുമ്പോൾ ഈ പെൺകുട്ടിയുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്നു. അതിനതിൻ്റെതായ കാരണമുണ്ട്. ഈ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്ന ആളുമായുള്ള BJP ബന്ധവും കാര്യങ്ങൾ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ആ പാവം പിടിച്ചോണ്ട് ഇതിലേക്കൊന്നും വലിച്ചെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ രാഹുൽ ഈശ്വർ ചെയ്ത ഭർത്താവുമായി സംസാരിച്ചു, അയാൾ ഒരു BJP നേതാവ്, അത് വളരെ മോശമായി പോയി കേട്ടോ. അത് മാത്രമല്ല 2024 ഓഗസ്റ്റിലാണ് വിവാഹം കഴിച്ചത് എന്നുള്ളൊരു കാര്യം എടുത്തു പറയുമ്പോൾ BJP നേതാവാണെന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ PR എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന
രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഉപചാര വൃന്ദങ്ങൾ തപ്പിപ്പിടിക്കുകയും അത് ഇൻസ്റ്റന്റ് റെസ്പോൺസ് ടീം എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇടുകയും ഉപചരണങ്ങൾ നടത്തുകയും. അല്ല, അവിടെ ഒരു അബദ്ധം പറ്റി, സന്ദീപ് വാര്യർക്ക് ഒരു അബദ്ധം പറ്റി. സന്ദീപ് വാര്യർക്ക് ഈ പോസ്റ്റിനടിയിലേക്ക് ഒരു തള്ളിക്കയറ്റം വന്ന സാഹചര്യത്തിൽ സന്ദീപ് വാര്യർ വേറൊരു പോസ്റ്റ് ഇട്ടു. ഇന്ന ചാനലിൽ ഇന്ന മാധ്യമ പ്രവർത്തകർ പറഞ്ഞ് ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ട് ഡിലീറ്റ് ചെയ്യുന്നു. അതിനകം തന്നെ ഇത് വലിയ രീതിയിൽ പ്രചരിച്ചു. അത് കുറച്ചുകൂടി എന്താ സന്ദീപിന്റെ മനസ്സിൽ സന്ദീപ് ആയിട്ട് നല്ലൊരു രാഷ്ട്രീയക്കാരനാണ്. സന്ദീപിന്റെ മനസ്സിൽ ഒരു കള്ളത്തരം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പോസ്റ്റ് ഇടേണ്ട ആവശ്യമുണ്ടോ? രാഹുൽ ഈശ്വറിന് റെസ്പോണ്ട് ചെയ്യേണ്ട കയ്യിന്ന് പോയതൊന്നും സന്ദീപ് ആയിട്ട് അറിയാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിൽ നിന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്താൽ പാർട്ടിയിൽ പോലും എതിരാകുമെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് അയാൾ ന്യായത്തിന്റെ ഭാഗത്ത് നിന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്വാഭാവികമായിട്ടും സന്ദീപ് നാലാം പ്രതിയാക്കിയതിൽ രാഹുൽ ഈശ്വർ പറഞ്ഞെന്താ, സന്ദീപ് ആയിട്ട് സത്യം പറയണം. അയാൾക്ക് പോയി ഞാൻ ആ വിവാഹത്തിൽ പോയിരുന്നു, ഞാൻ ആ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു എന്ന് പറയുന്നു. അതിനുശേഷം പ്രശ്നം വന്ന് കാണുമ്പോൾ ഈ ഫോട്ടോ ഡിലീറ്റ് ചെയ്യുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ സന്ദീപ് ഇപ്പോഴും ഒരു ചാനൽ ചർച്ചയിൽ പറയുന്നത് ഞാൻ കേട്ടാ. ഞാൻ സന്ദീപായിട്ട് സംസാരിച്ചിട്ടില്ല. സന്ദീപ് വാര്യർ ഞാൻ ഇന്ന് ഫോണിൽ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സന്ദീപ് വാര്യർ പറയുന്നത് എന്താണ്, ഞാൻ ഈ പോസ്റ്റ് ഇടുന്നതിന് മുമ്പ് തന്നെ ആ ഫോട്ടോ റിമൂവ് ചെയ്തിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. അത് ഉള്ളതാണോ കള്ളമാണോ എന്ന് അന്വേഷണത്തിൽ മെറ്റിയിൽ നിന്നും തെളിവുകളടക്കം പുറത്തു വരട്ടെ. നോക്കൂ, അയാൾ ഒരു കല്യാണത്തിന് പോയി പണ്ടെന്നോ ഒരു ഫോട്ടോ, അയാൾ വിചാരിച്ചതാണോ ഈ പെൺകുട്ടി ഇങ്ങനെയൊക്കെ ആകും, അല്ലെങ്കിൽ ഈ പെൺകുട്ടിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അയാൾ വിചാരിച്ചതാണോ? അല്ല. അപ്പോ ഇനി ഒരു കല്യാണ ഫോട്ടോ പോലും ഷെയർ ചെയ്യുന്നത് എന്താണ്, സൂക്ഷിച്ചും കണ്ടും വേണം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ആ കുട്ടി വിവാഹിതയായി, ആ കുട്ടിക്ക് ഒരു പക്ഷെ അയാളുമായി അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റിയില്ല, ആ കുട്ടിയുടെ പ്രണയം തേടിപ്പോയി, ഒക്കെ ശരിയാണ്. പക്ഷെ ഞാൻ ആ കുട്ടിയുടെ കാര്യത്തിൽ മാത്രമല്ല, ഈ നാട്ടിലെ മുഴുവൻ യുവാക്കളായ പെൺകുട്ടികളോടും ആൺകുട്ടികളോടും പറയാണ്, ഇനി എത്ര പുളിങ്കൊമ്പാണെന്ന് പറഞ്ഞാലും, എത്ര വലിയ പുളിങ്കൊമ്പാണെന്ന് പറഞ്ഞാലും നിങ്ങളുടെ സുരക്ഷ നിങ്ങൾ നോക്കിക്കോണം. ഇപ്പൊ ആ കുട്ടി മാനസികമായി അനുഭവിക്കുന്നുണ്ടാകുമല്ലോ, സൈബർ ബുള്ളിങ് അനുഭവിക്കുന്നുണ്ട്, രാഹുലും അനുഭവിക്കുന്നുണ്ട്. അന്നേരത്തെ ഒരു സുഖത്തിന് വേണ്ടി ഉണ്ടാകുന്ന ഒരു പരിപാടി. ഞാൻ കൃത്യമായി ഞാൻ ഒരു കാര്യം പറയാം. ആരെങ്കിലും രണ്ടുപേർ തമ്മിൽ പ്രണയത്തിലായാൽ അവർ തമ്മിലൊരു ശാരീരിക ബന്ധം തെറ്റൊന്നുമല്ല ഇന്നത്തെ കാലത്തെ. അത് ബോഡിയുടെ ആവശ്യമാണ്, ശരീരത്തിന്റെ ആവശ്യമാണ്, മനസ്സിന്റെ ആവശ്യമാണ്. രണ്ടുപേര് പരസ്പരം ഇഷ്ടമുള്ളവർ ചെയ്തോട്ടെ, പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ പോകുന്നതിന് മുമ്പ്, പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് 10-20 പത്രം വാങ്ങിച്ചു വെക്കാമായിരുന്നു, മുദ്രപത്രം വാങ്ങിച്ചു വെക്കാമായിരുന്നു. ഇപ്പൊ അത് പറ്റില്ല. ഇപ്പൊ അവിടെ വെണ്ടർ എടുത്ത് പോയി രണ്ടുപേരുടെയും പേരും അഡ്രസ്സും സാധാരണ കൊടുത്താൽ 500 രൂപയുടെ പത്രം പ്രിന്റ് ചെയ്ത് കിട്ടും. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരാളുമായി പ്രണയത്തിലായി അവർ പ്ലാൻ കരാറാക്കണമെന്നാണോ? നാളെ നമ്മൾ തമ്മിൽ മീറ്റ് ചെയ്യുന്നുണ്ട്, ഇന്നടുത്ത് വെച്ച് മീറ്റ് ചെയ്യുന്നുണ്ട് തീരുമാനിക്കുമ്പോൾ തന്നെ പൊളിറ്റീഷ്യൻസ് ആകുമ്പോൾ ഡ്രൈവറും പിയും പുളിയെ മേടിച്ചു കൊടുക്കുന്ന ആളും ഒക്കെ ഉണ്ടാവും. അല്ലാതുള്ള ആളുകളാണെങ്കിൽ നേരെ പോവുക, ഒരു വെണ്ടർ എടുത്ത് പോവുക, രണ്ടുപേരുടെയും പേരും അഡ്രസ്സും ആധാർ കാർഡും പറഞ്ഞ് 2 മുദ്രപത്രം പ്രിന്റ് ഔട്ട് എടുത്തിട്ട് റൂമിലേക്ക് കയറി ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നതിന് മുമ്പ് ഒരു ഒപ്പിടുക, ഞങ്ങൾ ഇത് ഉപയോഗസമ്മതപ്രകാരമാണ് ഇത് ചെയ്യുന്നതെന്ന് ഒരു ഒപ്പിടുക. എന്നിട്ട് ഈ ഡ്രൈവറെ വിട്ടോ അല്ലെങ്കിൽ ഇവര് തന്നെ പോയിട്ടോ ഒരു പാക്കറ്റ് കോണ്ടം വാങ്ങുക. ഇത് രണ്ടും ചെയ്യേണ്ടതാണ്. ഞാനിത് തമാശയായിട്ട് പറയുന്നതാണ്, പക്ഷെ ഇത് സീരിയസ് അല്ലേ? ഞാൻ കെവിൻ ആലോചിച്ച് നോക്ക്. ഇനി ദയവ് ചെയ്ത് ഇന്നാട്ടിലെ ആൺകുട്ടികൾ എല്ലാവരും, അല്ലല്ല ഞാൻ പറയട്ടെ, പണ്ട് നമ്മൾ പറയുമായിരുന്നു പെൺകുട്ടികൾ ബസ്സിൽ കയറുമ്പോഴും പൊതുവിടങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴും സേഫ്റ്റി പിന്നീട് പെപ്പർ സ്പ്രേയോ കരുതണമെന്ന് പറയുന്നു. ഞാൻ ദയവ് ചെയ്ത് പറയാണ്, സ്ത്രീകളുള്ള ഇടങ്ങളിലേക്ക് പോകുന്ന ഇന്നാട്ടിലത്തെ ചെറുപ്പക്കാർ ഒരു പെൻ ക്യാമറയോ ഒരു ബട്ടൺ ക്യാമറയോ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിക്കോട്ടെ പറയാതിരിക്കാൻ, 2 വ്യക്തികൾ തമ്മിലുള്ള സ്വകാര്യതയിലേക്ക് ഇത്തരത്തിലുള്ള ഞാൻ അതല്ല പറഞ്ഞേ, സ്വകാര്യതയിലേക്ക് ബെഡ്റൂമിനകത്ത് ക്യാമറ കൊണ്ടുപോകണം. ഒരു ഓഫീസിൽ പോലും ഒരുമിച്ച് ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെന്നേ. സീരിയസ്ലി ഞാൻ പറയാണ്. വളരെ നമ്മുടെ ഉദ്ദേശം വളരെ സത്യസന്ധമായ ഉത്സവം. ഇവിടെ നമ്മൾ രാവിലെ ഭഗവാനെ ആക്കണേ എന്ന അമ്പലത്തിൽ പോയിട്ട് ഇവിടെ വന്ന് കാര്യങ്ങൾ ചെയ്താലും കുടുക്കാനുള്ളവളുമാര് കുടുക്കിയിരിക്കും.